സൂക്ഷിക്കണം മോളെ. അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വെറുതെ ആവില്ല. എന്തെങ്കിലും ചതിപ്രയോഗത്തിലൂടെ നിന്നെ അവൾ ജയിലിലാക്കാൻ ശ്രമിക്കും. അച്ഛാ, ആരൊക്കെ ശ്രമിച്ചാലും എനിക്ക് ജയിലിൽ കിടക്കാൻ യോഗമില്ലെങ്കിൽ എന്നെ ജയിലിലാക്കാൻ അവൾക്ക് സാധിക്കില്ല. ഇനി ദൈവം അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും ചെയ്തില്ലെങ്കിലും ഞാൻ ജയിലിലാവും. അത് വിധിയാ അച്ഛാ. പക്ഷേ നമുക്കതിന്റെ സത്യാവസ്ഥ അറിയണ്ടേ മോളെ? ഈ ചതിക്ക് ജോലിക്കാരി അമ്പിളി എന്തിനു കൂട്ടു നിന്നു എന്നറിയണ്ടേ? വേണം, നമുക്കറിയണം. ഈ കുടുംബത്തിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച അവൾ നമ്മളെ ചതിച്ചത് എന്തിനാണെന്ന് നമുക്കറിയണം. അതിന് നമുക്കവളെ കണ്ടേ തീരൂ. ആ ജോലിക്കാരി അമ്പിളിയെ കാണണം, ഇന്ന് തന്നെ കാണണം. നന്ദിനി, ജയിലിലെ ജോലിക്കാരി അമ്പിളിയെ കാണാൻ പോയിട്ട് വന്നവരൊക്കെ എവിടെയടി? വന്ന ഉടനെ തന്നെ അച്ഛൻ മുറിക്കറി വാതിലടച്ചു. സ്വാതിയടുത്തി നീലേട്ടനും മുകളിൽ തന്നെ ഉണ്ട്. ചായ കുടിക്കാൻ വിളിച്ചിട്ട് പോലും ഒരനക്കോ ഇല്ല. എല്ലാവരും തകർന്ന് തരിപ്പണായിരിക്കാന്നാ തോന്നുന്നത്. നന്ദിനി, വേദേ ഒരു വിളഞ്ഞ വിത്ത. അവളുടെ ലക്ഷ്യം സ്വാതി മാത്രമായിരിക്കില്ല. പിന്നെ ഞാനും നീയൊക്കെ അവളുടെ ശത്രുപക്ഷത്ത് തന്നെയായിരിക്കും. നിന്റെ ജീവിതവും അവള് തകർക്കുമെന്നാ ഇപ്പൊ എന്റെ സംശയം. ആ ജോലിക്കാരിയെ വെച്ച് അവൾ ഇത്രയും പ്ലാൻ ചെയ്യണമെങ്കിൽ അവള് കാര്യമായിട്ട് എന്തോ പദ്ധതി ഇട്ടിട്ടുണ്ട്. നീ തന്നെയായിരിക്കും അവളുടെ അടുത്ത ലക്ഷ്യം. അതെങ്ങനെയാ? ഞാനുമായിട്ട് അവർക്ക് എന്താ പ്രശ്നം? നന്ദിനി, അവളുടെ ജീവിതത്തിലെ പ്രധാന വില്ലത്തി ഇപ്പൊ സ്വാതിയെ കാട്ടി നീയല്ലേ? ഞാനോ? അതെങ്ങനെ ഞാൻ വില്ലത്തിയാവും? എടി, ഗിരിയുടെ ഭാര്യയായിട്ട് നീ ഈ വീട്ടിലേക്ക് വന്നതോടെ ഗിരിയിലേക്ക് എന്നെങ്കിലും തിരികെ വരാനുള്ള അവളുടെ അവസരം നഷ്ടപ്പെട്ടില്ലേ? വല്യമ്മയെ കൊന്ന അവളെ ഗിരിയേട്ടൻ ഇനി എന്തെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റോ? അവര് തമ്മിലുള്ള ഡിവോഴ്സ് കഴിഞ്ഞതല്ലേ? ഒരു ജോയിന്റ് ഡിവോഴ്സിന് അവൾ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളത് നേരാ. പക്ഷേ അതുകൊണ്ടൊന്നും ഗിരിയെ അവള് വിട്ടുകളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും അവൾക്ക് ഗിരിയെ തിരികെ വേണമെന്ന് തോന്നിയാലോ? അങ്ങനൊന്നും പറയല്ലേ ഗൗരിയേച്ചി. ഗിരിയേട്ടില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനൊന്നും നീ അങ്ങ് പറഞ്ഞു തള്ളല്ലേ നന്ദിനി. നിന്നെ തിരക്കി ഇവിടെ വന്ന കാമുകൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല. അതുകൊണ്ട് എന്റെ മോളെ അത്ര വലിയ ആത്മാർത്ഥതയൊന്നും പറയാൻ നിൽക്കണ്ട. അതൊക്കെ കഴിഞ്ഞില്ലേ ഗൗരിയേച്ചി? ഗൗരിയേച്ചി എന്നെ കൈവിടുവാണോ? എല്ലാം മറന്നിട്ട് ഞാൻ നിന്നെ ഒപ്പം നിർത്തുന്നതേ അങ്ങനെ വിട്ടുകളയാനല്ല. ഗിരിയുടെ ഭാര്യയുടെ സ്ഥാനത്ത് ഇനി നീ അല്ലാതെ മറ്റാരും വരാൻ പോകുന്നില്ല. അത് ഞാൻ ഉറപ്പുവരുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. സ്വാതിയുമായി ഇപ്പൊ ഒരു വഴക്കിനുള്ള സ്കോപ്പില്ല. പകരം ഇനി എന്ത് ചെയ്യും? അവളാണെങ്കി ഇപ്പൊ പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരികെ വരികയും ചെയ്തു. ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ അവൾ എന്നെ ഇവിടെ നിന്ന് ഓടിക്കും, അതുറപ്പാ. ഉടനെ തന്നെ സിനിമയുടെ ഷൂട്ടിങ്ങിന് രണ്ടുപേരും കൂടി പോകുന്ന തോന്നുന്നത്. അതൊരിക്കലും പാടില്ല. അതിനു മുമ്പ് അവൾ ഒരു അപശകുനമായിട്ട് ഈ വീട്ടിൽ എല്ലാവർക്കും തോന്നണം. തീ പിടിച്ചതും അപകടം പറ്റിയതും എല്ലാം ഒരു അപശകുനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞുറപ്പിക്കണം. അത് നേരത്തെ നമ്മൾ തീരുമാനിച്ചതല്ലേ? ആ തീരുമാനം നടപ്പാക്കാൻ സമയമായി എന്നാ ഞാനീ പറഞ്ഞു വരുന്നത്. അത് മാത്രല്ല ഗൗരിയേച്ചി, ചേച്ചിയെ തിരികെ അയക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് മറ്റൊന്ന് സംഭവിക്കണം. എന്ത്? നീ എന്താ ഉദ്ദേശിക്കുന്നേ? രാജീവേട്ടന്റെ അരികിലേക്കല്ലേ ഗൗരിയേച്ചി തിരിച്ചയക്കുന്നത്? അതെ. ആ സമയം രാജീവേട്ടൻ ഇവിടെ ഉണ്ടെങ്കിലോ? മനസ്സിലായില്ല. നീ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞേ. എന്ന് പറഞ്ഞ ഗൗരിയേച്ചിയെ തിരിച്ചയക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് രാജീവേട്ടൻ പെട്ടിയും കിടക്കയെടുത്ത് ഇങ്ങോട്ട് താമസിക്കാൻ വരണം. ഇപ്പൊ മനസ്സിലായോ? നീ പറഞ്ഞതൊരു ഉഗ്രൻ ഐഡിയ. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇപ്പൊ തന്നെ അമ്മയെ വിളിച്ച് കാര്യം പറയാം. എന്ത് കാര്യം? ഇടി, രാജീവേട്ടനെ എങ്ങനെയെങ്കിലും പെട്ടിയും കിടക്ക എടുപ്പിച്ച് ഇവിടെ എത്തിക്കാൻ. ഓ,
എന്താ പതിവില്ലാത്തൊരു ആലോചന? ഏയ് ഒന്നുമില്ല. എന്താ ഗിരിയേട്ടാ ഇത്? മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതിങ്ങനെ ഊതി വീർപ്പിച്ചതുപോലെ കൊണ്ടു നടക്കണോ? എന്താ ഗിരിയേട്ടന് പറ്റിയേ? ഒരു വിഷമം വന്നാ അത് ഷെയർ ചെയ്യേണ്ടത് സ്വന്തം ഭാര്യയോടല്ലേ? ഉള്ളിലുള്ള സങ്കടം എന്നോടൊന്ന് ഷെയർ ചെയ്തൂടെ? അതിന് നീ ഇതുവരെ യഥാർത്ഥത്തിൽ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിന് കഴിയാത്ത നിന്നോട് ഞാൻ എങ്ങനെ എന്റെ സങ്കടം പറയുന്നേ? ഇനി പറഞ്ഞാൽ തന്നെ നിനക്കത് മനസ്സിലാവോ? എന്റെ ഗിരിയേട്ടാ, ഇങ്ങനെ ചങ്കി കുത്തുന്നൊന്നും പറയല്ലേ. ഗിരിയേട്ടന്റെ വിഷമം മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ലെന്നാണോ ഗിരിയേട്ടൻ പറയുന്നത്? ഗിരിയേട്ടനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഗിരിയേട്ടൻ അറിയോ? ഇത് കൊള്ളാം. ഈ കൊല്ലത്തെ ഏറ്റവും വലിയ തമാശ ഇത്. ഗിരിയേട്ടാ വേണ്ട, വലിയ അഭിനയൊന്നും വേണ്ട. എന്നെ സ്നേഹിക്കാനോ എന്നെ മനസ്സിലാക്കാനോ നീ ഇത്രയും നാൾ ശ്രമിച്ചിട്ടില്ല. എനിക്കതിൽ പരാതിയുമില്ല. പക്ഷേ ഇനി എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല നന്ദിനി. ഒരു ഡിവോഴ്സിന്റെ വേദന ഞാൻ അനുഭവിച്ചിരിക്കുക. ഇനി ഒന്നുകൂടി ജീവിതത്തിൽ സംഭവിച്ചാലും താങ്ങാൻ കഴിയും. വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് സന്തോഷത്തോടെ ഓർത്തു വെക്കാൻ കഴിയുന്ന ഒരു നിമിഷം പോലും നീ എനിക്ക് സമ്മാനിച്ചിട്ടില്ല. അപ്പോ ഇത്രയും നാളെ സഹിക്കായിരുന്നാണോ പറയുന്നേ? അതെ, സഹിക്കുമായിരുന്നു. എനിക്കിപ്പം മടുത്തു. ഇനി തമ്മിൽ പിരിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഗിരിയേട്ടാ വേണ്ട, ഒച്ച വെച്ച് മറ്റുള്ളവരെ കൂടി അറിയിക്കണ്ട. ഈ വീട്ടിൽ നടന്ന ഒരുപാട് സംഭവങ്ങളിൽ നീ നിൽക്കുന്നത് ഏട്ടത്തിയുടെയും ഈ വീടിന്റെയും ശത്രുപക്ഷത്തായിട്ടാ. ഓ, അതാണോ കാര്യം? അതെ, ഞാൻ ചിലപ്പോ ഏട്ടത്തിക്കെതിരെ സംസാരിച്ചേക്കാം, പ്രവർത്തിച്ചേക്കാം. പക്ഷെ ഞാൻ ഒരിക്കലും ഈ വീടിന്റെ ശത്രുവല്ല. ഒരിക്കലും ഞാനത് ആവുമില്ല. അതെ, ഇതുവരെ സംഭവിച്ചൊക്കെ നമുക്ക് മറക്കാം. എല്ലാത്തിനും ഗിരിയേട്ടനോട് ഞാൻ ക്ഷമ ചോദിക്കാം. എന്താ പോരെ? ഇനി എല്ലാത്തിനും ഞാൻ ഗിരിയേട്ടന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. ഉറപ്പാണോ? ഉറപ്പ്. ഇനി പറ, എന്താ ഗിരിയേട്ടന് സങ്കടം? ഈ വീട്ടില് ഉടനെ ഒരു മരണം സംഭവിക്കും. മരണോ? ഗിരിയേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? സത്യം. അതിന്റെ ട്രയലാ ഏട്ടത്തിക്ക് ഇതുപോലെ സംഭവിച്ചത്. ഇനിയും ആർക്ക് വേണമെങ്കിലും ഇത് ആവർത്തിക്കാം. ഏട്ടത്തിയോ നീയോ ഞാനോ ആര് വേണമെങ്കിലും കൊല്ലപ്പെടും. ആരാ ഇതിനൊക്കെ പിന്നിൽ? വേദ ഇതിന്റെയൊക്കെ പിന്നില്. ആശുപത്രിയിൽ അവൾ എത്തിയിരുന്നു. ഏട്ടത്തി മരിച്ചോ ഇല്ലയോ എന്നറിയാൻ. ഞാൻ ഈ വിവരം പോലീസിനെ അറിയിക്കാൻ പോവാ. ഏട്ടനിത് എന്തിന്റെ കേടാ? ആശുപത്രിയിലൊന്ന് വന്നെന്ന് കരുതി ഇത് ചെയ്തത് വേദയാവണമെന്നുണ്ടോ? ചുമ്മാ പോലീസ് സ്റ്റേഷനിൽ കയറി ഇനി അതിനും കൂടി പുലിവാല് പിടിക്കണ്ട. നിനക്ക് വേദ ഇതിനു മുൻപ് പരിചയമുണ്ടോ? എനിക്കെന്താ പരിചയം? പിന്നെ നീ എന്തിനാ അവളെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? അയ്യോ, ഞാനാരും ന്യായീകരിച്ചൊന്നുമല്ല. ഏട്ടൻ ആ കാര്യങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കാതെ നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് മാത്രം ഓർക്ക്. നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് ഓർമ്മയുള്ളത് കൊണ്ടാ എനിക്ക് ഈ പേടി. ഇനി ഒരു ദുരന്തം കൂടി താങ്ങാൻ ഈ വീടിന് പറ്റില്ല. അത് പറ്റുന്നത് ഏടത്തേക്കാണെങ്കിൽ ഈ വീട് തകർന്നു പോവും. പിന്നെ തകർന്നു പോകും പോലും. ആരും തകരില്ല. ഞങ്ങൾ സന്തോഷിക്കേ ഉള്ളൂ. നീ എന്തുവാടേ കാണുന്നത്? വല്ല സിനിമ സീരിയലും പോയി. അയ്യോ അമ്മ, എന്തിനാ മാറ്റി? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എത്ര സമയം വേണമെങ്കിലും കണ്ടോണ്ടിരിക്കാം. അങ്ങനെ നീ ഒറ്റയ്ക്കിരുന്ന് കാണണ്ട. എനിക്കൂടെ കാണാൻ പറ്റുന്നത് കണ്ടാ മതി. അമ്മ റിമോട്ടിങ് തന്നെ. തൊട്ട് പാർത്ത് കൊല്ലും ഞാൻ. എനിക്ക് കാർട്ടൂൺ കാണണം. എനിക്ക് സിനിമയോ സീരിയലോ എന്തെങ്കിലും കാണണം. കാർട്ടൂൺ. അമ്മയോടൊരു കാര്യം. നിങ്ങളെന്ത് പരിപാടിയെ കാണിച്ചത്? ഞങ്ങൾ TV കണ്ടോണ്ടിരുന്നത് കണ്ടില്ലേ? 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. സദാസമയം ഇവനിങ്ങനെ TV കാണുന്നു. എന്താണ് നിന്റെ ഉദ്ദേശം? എന്താ 2 ദിവസം കൊണ്ട് നീ എന്താ ജോലിക്ക് പോകാത്തെ? എന്ത് ജോലി? അവന്റെ ജോലിയൊക്കെ പോയി. ജോലി പോയെന്നോ? എങ്ങനെ പോയി? എടാ, ജോലി എങ്ങനെ പോയെന്ന്? അവരെന്നെ പിരിച്ചു വിട്ടു. ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? അച്ഛാ, സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനാ എന്റെ പ്ലാൻ. അത് കൊള്ളാം.
ആടും ആട്ടും കാട്ടും തിരിച്ചറിയാത്ത നീ എന്ത് ബിസിനസ് തുടങ്ങാനാടാ? ഓ എന്നാ പിന്നെ നിങ്ങൾ അവന് നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുക്കുക. അല്ല പിന്നെ ഉണ്ടായിരുന്ന ജോലി എങ്ങനെ പോയി എന്നുള്ള എന്റെ ചോദ്യത്തിന് നീ ഇതുവരെ മറുപടി പറഞ്ഞില്ല. പറടാ, ആ ജോലി എങ്ങനെയാ പോയത്? അത് ഭയങ്കര പ്രഷറാ അച്ഛാ. ഓരോ ആഴ്ചയിലും അവരുടെ ടാർഗറ്റ് അച്ചീവ് എന്ന് വെച്ചാൽ പറ്റില്ല. ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. പാവം. അവസാനം അവരെന്നെ പിരിച്ചു വിട്ടു. ഓ അത് ശരി. ആ ഇനി എന്താ നിന്റെ പ്ലാൻ? അതല്ലേ അച്ഛാ ഞാൻ പറഞ്ഞത്, സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം. സ്വന്തമായിട്ട് ബിസിനസ്? അതിന് നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോടാ? കാൽ കാശ് കയ്യില്ലാത്തവന് ബിസിനസ് തുടങ്ങണം പോലും. അതെ, ഇവന്റെ കയ്യിൽ കാശില്ലെങ്കിലും ഇവന്റെ ഭാര്യ വീട്ടുകാരുടെ കാശുണ്ടല്ലോ. അവർക്കാണെങ്കിൽ ഒരുപാട് ബിസിനസ്സും ഉണ്ട്. കഴിയുമെങ്കിൽ കുറച്ച് ദിവസേ അവരുടെ കൂടെ നിന്ന് എല്ലാം ഒന്ന് പഠിച്ചാലോ എന്നാ എന്റെ ആലോചന. അച്ഛൻ എന്ത് പറയുന്നു? ഭാര്യ വീട്ടിൽ പോയി താമസിക്കാനോ? എടാ പരമ നാറി, നാണമില്ലോടാ നിനക്ക്. മര്യാദക്ക് പോയി ഗൗരിയെ വിളിച്ചോണ്ട് വന്നോണം ഇന്ന് തന്നെ, മനസ്സിലായോ? ഫസ്റ്റ് അവിടെ തിരിച്ച് കയറ്റിപ്പാടാൻ എനിക്കറിയാം. എന്താ നീ പറഞ്ഞത്? അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ. അല്ല അവൾ അവിടെ നിൽക്കുന്നോണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം? കുറച്ച് ദിവസത്തേക്ക് ഞാനും കൂടി അവിടെ പോയി നിൽക്കാൻ പോവാ. ഞാനും ഇവരും കൂടെ നാളെ അവിടെ വരുന്ന പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തിന്? അവർക്ക് ഒരുപാട് ബിസിനസ് ഒക്കെ ഉണ്ടെന്നേ. അതിലൊരെണ്ണം ഇവനെ ഏൽപ്പിക്കട്ടെ, അവനത് പൊന്നു പോലെ നോക്കിക്കോളും. ഇല്ലടാ മോനെ? പിന്നല്ലാതെ. എന്നിട്ട് വേണം എനിക്കൊരു BMW വാങ്ങിച്ച് എന്റെ അച്ഛനമ്മ അതിൽ കേട്ടിട്ട് ഇങ്ങനെ എനിക്ക് അമ്മയും മോനും കൂടി എന്റെ ഉമ്മയും മായം കളിച്ചാണ്ടല്ലോ, അടിച്ചിന്റെ കാരണം പോയിക്കും. നിങ്ങൾ എന്താ മനുഷ്യ ഇവരോട് ദേഷ്യപ്പെടുന്നത്? അവൻ കുറച്ചാള് അവന്റെ പെണ്ണുമ്പളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതിന് എന്താ? അവിടെ ചെന്നാ എന്നെ ബിസിനസ്സിൽ ചേർക്കാന്ന് ഗൗരി പറഞ്ഞിരിക്കുക. ഭാവിയില് ഞാനൊരു വലിയ കമ്പനിയുടെ MD ആയിട്ടിരിക്കുന്നത് കണ്ടിട്ട് വേണ്ടേ അച്ഛന് സന്തോഷത്തോടെ മരിക്കാൻ? അച്ഛനെ കൊല്ലാനാണ് നിന്റെ പ്ലാൻ? ഇങ്ങനെ പോയാല് നീയൊക്കെ എന്നെ കഴുത്തി ഞെരിച്ച് കൊല്ലാനും മടിക്കില്ല. എന്തെങ്കിലും ചെയ്യ്. പക്ഷെ ഒരു കാര്യം, ഭാര്യ വീട്ടിൽ പോയി ജീവിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാനായിരിക്കില്ല ആദ്യം മരിക്കുന്നത്. നിന്നെ കൊന്നിട്ട് ഞാൻ ചിലപ്പോ ജയിലിൽ പോയി വരും. അമ്മേ, അച്ഛൻ എന്നെ ശരിക്കും കൊല്ലൂ? അച്ഛൻ പറഞ്ഞാടാ. അമ്മേ നട്ടലില്ലാത്ത പെണ്ണ് കിട്ടിയ ഇങ്ങനെ ഇരിക്കും. അമ്മ നോക്കിക്കോ, ഗൗരിയുടെ ഏട്ടന്മാരുടെ കൂടെ നിന്ന് ഞാൻ ബിസിനസ് പഠിക്കും. എന്നിട്ട് ഗൗരിയുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം വാങ്ങി ഒരു വലിയ പണക്കാരനായി മാറും. അതാണ് എന്റെ സ്വപ്നം. നമുക്ക് നാളെ തന്നെ പോവാമേ? പോണം. ചില കാര്യങ്ങൾ ഞാനും ഗൗരിയും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നടപ്പാക്കാൻ നീ അവിടെ വേണം. അതുകൊണ്ടാ നിന്നോട് ജോലി രാജിവെക്കാൻ ഞാൻ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ? ഒന്നും കാണാതെ ഈ അമ്മ ഒന്നും പറയില്ലാന്ന്. നാളെ തന്നെ പോകാൻ തയ്യാറായിക്കോ. നാളെ ഗൗരിയെ കാണാം. ഒന്നും മറക്കാൻ എനിക്കിപ്പോഴും കഴിയുന്നില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം സ്നേഹിച്ച പുരുഷനാ. ആണുങ്ങൾക്കെല്ലാം പെട്ടെന്ന് മറക്കാൻ കഴിയും. സ്നേഹം എന്താണെന്ന് ആദ്യമായി പഠിപ്പിച്ചു തന്ന പുരുഷനെ ഏത് സ്ത്രീ മറക്കും? എനിക്ക് കഴിയില്ല. ദൈവങ്ങൾക്കും ചിലപ്പോ തെറ്റുപറ്റും. സ്വാതിക്ക് പറ്റിയത് എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ പറയുന്നത്. ദൈവങ്ങളെ ചതിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നീലിന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടവളായിരുന്നില്ലേ ഞാൻ? നീൽ, എനിക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ല. ഇപ്പോഴെന്നല്ല, ജീവിതത്തിൽ ഒരിക്കലും. മരണം വരെ ആ ഓർമ്മ എന്റെ ഉള്ളിലുണ്ടാവും. ഏട്ടാ, ഉറങ്ങുന്നില്ലേ? അതിന് എനിക്ക് ഉറക്കം വരണ്ടേ? ആലോചിച്ചിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. എന്റെ കാര്യത്തിലാണോ ഈ ആശങ്ക? പിന്നല്ലാതെ.
ആ ജോലിക്കാരിയെ മുൻനിർത്തി വേദ കളിച്ച കളിയെല്ലാം തന്നെ ലക്ഷ്യം വെച്ചാണെന്ന് ആർക്കാ അറിയാത്തത്? കൊല്ലാനും മടിക്കാത്ത പിശാചാ അവള്. അത് ഓർത്തിട്ടാണോ ഈ ടെൻഷൻ? ഇങ്ങനെ ടെൻഷൻ അടിച്ചാ വേദയുടെ ലക്ഷ്യം മാറ്റാൻ പറ്റുമോ? പറയട്ടാ, വേദയെ തിരുത്താനും മാറ്റാനും നമുക്ക് കഴിയില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വരുന്നതിനെ വരുന്നിടത്ത് വെച്ച് കണ്ടേക്കാമെന്ന് തീരുമാനിക്കണം. അപ്പൊ പിന്നെ ഈ ടെൻഷൻ ഉണ്ടാവില്ല. സ്വാതി, നിനക്ക് എങ്ങനെ ഈ കാര്യം ഇത്ര ഈസി ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്നേ? ഞാൻ പിന്നെ എന്ത് വേണം? കരയണോ? എങ്കിൽ കരയട്ടെ. ദേ സ്വാതി, താൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ അവൾ അങ്ങോട്ട് വന്നിരുന്നു. തന്നോട് ഞാൻ അക്കാര്യം മനഃപൂർവ്വം പറയാതിരുന്നതാ. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? പറഞ്ഞതൊക്കെ പോട്ടെ, പക്ഷെ തന്റെ അവസ്ഥ കണ്ട് രസിക്കാനാ വന്നതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. താനിപ്പോ ICUവിൽ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. ഞാൻ അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഓഹോ, അപ്പൊ ഇത്രയും ദിവസം ഇത് മനസ്സിൽ കിടന്ന് പുകയായിരുന്നു അല്ലേ? അതെ. ചുമ്മാതല്ല ആഹാരം കഴിക്കാതെ പാതി വഴിയിൽ എണീറ്റ് പോകുന്നത്. വേദയെ പേടിച്ചിട്ടല്ലേ? പേടിക്കാതെ പിന്നെ? തന്നെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും ഇനി വേദയുടെ നീക്കങ്ങൾ. ഏട്ടനിപ്പോ അതൊന്നും ആലോചിക്കണ്ട. നാളെ കഴിഞ്ഞ പുതിയ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങും. മനസ്സിൽ ഇനി അത് മാത്രം മതി. എടോ, ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോ താനും എൻ്റെ ഒപ്പം വരണം. തന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാ എനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഈ ഏട്ടൻ ഇതെന്ത് പേടിയാ? എന്നെ ആരും ഒന്നും ചെയ്യില്ല. അത് തന്റെ വിശ്വാസം. പക്ഷെ ഓരോ നിമിഷവും തന്നെ ഓർത്ത് ടെൻഷൻ അടിച്ച് എനിക്ക് അഭിനയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എടോ, താൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. എനിക്ക് സമാധാനമായിട്ട് അഭിനയിക്കാം. പ്ലീസ് സ്വാതി, താൻ വരില്ലെന്ന് പറയരുത്. ശരി, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വരാം. എന്തായാലും ഷൂട്ടിംഗ് ഇവിടെ തന്നെ ആണല്ലോ. ഡെയിലി രാവിലെ പോയിട്ട് വൈകുന്നേരം തിരികെ വരികയും ചെയ്യാം. ഹോ, ദേ ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. എത്ര ദിവസം എന്നെ ഇങ്ങനെ ചിറകിനടിയിൽ കൊണ്ട് നടക്കും? ഈ ജന്മം മുഴുവൻ. താൻ എന്റെ ജീവനാടോ. തനിക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്നലെ ഞാൻ കണ്ട സുന്ദര സ്വപ്നമായി നീ എന്റെ ഹൃദയത്തിൽ വിരുന്നു വന്നു. ആയിരം ഉഷസ്സുകൾ ഒന്നിച്ചുദിച്ച പോലെ ആ മുഖമെൻ മനസ്സിൽ തെളിഞ്ഞുവല്ലോ. ഇന്നലെ ഞാൻ കണ്ട സുന്ദര സ്വപ്നമായി. എടോ, എന്താടോ താനിങ്ങനെ നോക്കുന്നേ? ഇങ്ങനെയാണെങ്കിൽ വേദ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നല്ലതാണല്ലോ എന്ന് ആലോചിക്കായിരുന്നു. അതെന്താ? ഏട്ടന്റെ കൂടെ എനിക്ക് എപ്പോഴും ഇരിക്കാലോ. അഴകങ്ങൾ ചുരുളായി അതു നിന്നഴകായി നിലവിൽ കണിയായി നീ നിന്നു. മിഴികളിൽ വിടരും കവിതയും അതിലുണരും